ത്രിയേക ദൈവത്തിന് സ്തുതി. നമ്മളിപ്പോൾ പരിശുദ്ധ നോമ്പുകാലത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. നോമ്പ് എന്നാൽ ഭക്ഷണം കുറയ്ക്കുക മാത്രമല്ല, അത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ഒരു ആത്മീയ പരിശീലനമാണ്. യേശു തമ്പുരാൻ തന്റെ ശുശ്രൂഷയ്ക്ക് മുൻപ് 40 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയും ഉപവാസവും ദൈവഹിതം നിറവേറ്റാൻ അനിവാര്യമാണ്. 3 കാര്യങ്ങൾ നമുക്കിവിടെ ധ്യാനിക്കാം. 1. നോമ്പ് ആത്മശുദ്ധീകരണത്തിന്റെ സമയം. നോമ്പുകാലം നമ്മെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ പഠിപ്പിക്കുന്നു. എന്റെ ജീവിതത്തിൽ പാപമുണ്ടോ? എന്റെ വാക്കുകൾ മറ്റൊരാളെ വേദനിപ്പിക്കുന്നുണ്ടോ? ഞാൻ ക്ഷമിക്കാതെ ജീവിക്കുന്നവളാണ്. ദാവീദ് തന്റെ പാപത്തിന് ശേഷം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, നിർമ്മലമായ ഹൃദയം എനിക്ക് നൽകണമേ. ഈ നോമ്പുകാലത്തിലെ നമ്മുടെ പ്രാർത്ഥനയും ഇതായിരിക്കട്ടെ. 2. നോമ്പ് സ്നേഹത്തിന്റെ പ്രവൃത്തി. നോമ്പുകാലം സ്നേഹം പ്രകടിപ്പിക്കാനുള്ള സമയമാണ്. നാം ഭക്ഷണം കുറയ്ക്കുമ്പോൾ അത് ദരിദ്രരുമായി പങ്കിടുക. യെശയ്യാവ് പറയുന്നു, വിശപ്പുള്ളവന് അപ്പം കൊടുക്കുക. ദൈവത്തിന് പ്രിയപ്പെട്ട നോമ്പ് സ്നേഹവും കരുണയും നിറഞ്ഞതാകുന്നു. 3. നോമ്പ് ദൈവത്തോടുള്ള അടുക്കൽ. നോമ്പുകാലം നമ്മെ ദൈവത്തോട് അടുക്കാൻ സഹായിക്കുന്നു. വിശുദ്ധ കുമ്പസാരം, പ്രാർത്ഥന, വേദപുസ്തക വായന എന്നിവയിലൂടെ നമുക്ക് ദൈവവുമായി കൂടുതൽ അടുക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നു, ആത്മാവിൽ നടക്കുക, അതായത് ശരീരാഭിലാഷങ്ങളെ നിയന്ത്രിച്ച് ആത്മീയമായ ജീവിതം നയിക്കുക. നോമ്പ് ഒരു ഭാരമല്ല, അതൊരു അനുഗ്രഹമാണ്. ഈ നോമ്പുകാലം നമ്മെ പുതുക്കി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവം ഉയർപ്പും നമുക്ക് ആത്മാർത്ഥമായി അനുഭവിപ്പാൻ ഇടയാക്കട്ടെ.